എന്നാ പോസ്റ്റലൊന്നുമില്ല, മാറ്റിയെന്നുള്ളത് നമുക്കറിയത്തില്ല. ഏതായാലും നമ്മൾ വാർത്ത വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ മാറി. നമ്മുടെ വിസ്മയ ന്യൂസിൻ്റെ ന്യൂസ് ഇമ്പാക്റ്റ് ആണത്. ആ ഡിപ്പാർട്ട്മെന്റിന് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുക. അതൊരു പരിഹാസരി വേണം പറഞ്ഞു. നമസ്കാരം. 2-3 ദിവസം മുമ്പ് നമ്മളൊരു വാർത്ത ചെയ്തിരുന്നു. അതായത് ആ പോസ്റ്റാണ് ഈ പോസ്റ്റ്. ഇവിടെ ഈ ഭാഗത്തായിട്ട് ഒരു ഫീസ് ഉണ്ടായിരുന്നു. അത് കറണ്ട് പാസ് ചെയ്തുകൊണ്ടിരുന്നൊരു ഫ്യൂസായിരുന്നു. ഇവിടുത്തെ ഡയറ്റ് സ്കൂളിലേക്ക് ആയിരക്കണക്കിന് കുട്ടികൾ പോകുന്ന വഴിയായിരുന്നു. അപ്പോൾ ഞങ്ങളത് വാർത്ത ചെയ്തു. കാരണം ആ സമയത്തായിരുന്നു കൊല്ലത്തെ ഒരു കുട്ടി ഇതേപോലെ സ്കൂളിൻ്റെ മുറ്റത്ത് വെച്ച് ഷോക്കേറ്റ് മരിച്ചത്. ഞങ്ങൾ ഈ വാർത്ത ചെയ്തായിരുന്നു. ഇങ്ങനെ ഒരു സംഭവമുണ്ട്, അതിനകത്ത് ഒരു കുട്ടി അബദ്ധവശാൽ കൈ പോയി കഴിഞ്ഞാൽ ഷോക്ക് അടിക്കുമെന്ന വാർത്ത ചെയ്തായിരുന്നു. അപ്പോൾ 2 ദിവസം കൊണ്ട് അവരത് മാറ്റി സ്ഥാപിച്ചു. അപ്പോൾ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണിത്. കാരണം ഇത്രയും കാലമായി ഇവിടെ കിടന്നിട്ട് അവർക്കൊന്നും ചെയ്യാൻ വയ്യായിരുന്നു. ഒരു വാർത്ത വന്ന് അതൊരു വിഷയമായപ്പോൾ അവർ മാറ്റി സ്ഥാപിച്ചു. എന്തായാലും അവർ എടുപിടിയിൽ നിന്ന് അങ്ങനെ ഒരു കാര്യം ചെയ്തതിൽ അവർ അഭിനന്ദിക്കുന്നു. ഇത് മുന്നേ ആയിരുന്നു. ഒരു മരണം നടക്കുന്നവരെയൊക്കെ ഇവർക്ക് കാത്തിരിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം ഇവിടെയും ഒരു മരണം നടന്നേനെ. അത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പെട്ടെന്നെടുത്ത് മാറ്റി. ഇപ്പോൾ എന്തായാലും അവർ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. എങ്ങോട്ടോ മാറ്റി, എവിടെ നിന്ന് മാറ്റിയെന്നറിയില്ല. എങ്കിലും നമ്മുടെ ന്യൂസ് ഇമ്പാക്റ്റാണ് ഈ ഒരു വാർത്ത. ഏതായാലും നമ്മുടെ ഈ ഒരു വാർത്ത നമ്മുടെ ശ്രദ്ധയിലേക്ക് പെടുത്തിയത് നമ്മുടെ ഐത്തേടനാണ്. ഐത്തേടൻ ആ ഒരു മരണം നടന്ന പശ്ചാത്തലത്തിൽ, ആ കൊല്ലത്ത് ഇങ്ങനെ ഒരു കുട്ടി ഷോക്കേറ്റ് മരിച്ച പശ്ചാത്തലത്തിലാണ് ഐത്തേടൻ നമ്മളെ വിളിച്ച് പറയുന്നതും ഞാൻ അന്ന് ഇവിടെ വന്ന് വാർത്ത ചെയ്തതും. എന്തായാലും സഡനായിട്ടൊരു ആക്ഷൻ ഉണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും അല്ലേ ഏട്ടാ? തീർച്ചയായിട്ടും. കാരണം നമ്മളൊരു വാർത്ത ചെയ്തിട്ട് അതിൻ്റെ ഫലം ഉണ്ടായി എന്ന് പറയുമ്പോൾ സന്തോഷമാണ്. കാരണം ആരുടെയും ശ്രദ്ധയപ്പെടാതെ പോയൊരു സംഭവമായിരുന്നത്. കാരണം അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന ഒരു തരത്തിലായിരുന്നു ആ ഫീസുകാർ ഇരുന്നത്. പക്ഷേ അതെന്തായാലും അതിൻ്റെ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുകയും അത് അടിയന്തരമായി നീക്കം ചെയ്യുകയും ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട്. അതിൻ്റെ നന്ദി ആ ഡിപ്പാർട്ട്മെൻറ്റിനായ KSEB അറിയിക്കുക. ഒപ്പം തന്നെ ഈ വാർത്ത ചെയ്യാൻ കാണിച്ച മനോഭാവത്തിന് വിസ്മയ ന്യൂസിനോടും പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. കാരണം ഇത് ജനങ്ങളുടെ പ്രശ്നമാണ്. ഒരു പക്ഷേ ഒരു മരണം ഇവിടെ സംഭവിച്ചതല്ലേ? തീർച്ചയായിട്ടും. പക്ഷേ കുട്ടികളെ കൈ വല്ലോല് തീർച്ചയായിട്ടും കുട്ടികളാണ് എന്തെങ്കിലും കുത്തേ കോമ്പസ് കുത്തേ ഇത് കാണുമ്പോഴത്തേക്ക് ആരെങ്കിലും അറിയാതെ കൈവച്ചൊന്ന് ചാരിയാലും ഷോക്ക് അടിക്കാൻ പരിഗത്തിലാണ്. അതിൻ്റെ ആ ഹൈറ്റ് അത്രയും ഉണ്ടായിരുന്നത്. അത് തന്നെയാണ് നമ്മളന്ന് റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും അത് മാറ്റപ്പെട്ടു എന്നുള്ളത് അത് അപകടകരമായ രീതിയിലായിരുന്നു എന്നുള്ളതും ബോധ്യപ്പെട്ടു എന്നതിൻ്റെ തെളിവാണ് അത് മാറ്റിയിരിക്കുന്നതിൻ്റെ. ഇന്ന് കാണുന്ന ആ പോസ്റ്റലൊന്നുമില്ല, മാറ്റിയെന്നുള്ളത് നമുക്കറിയത്തില്ല. അപ്പോൾ എവിടെയോ ഉചിതമായ സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശ്വാസം. എന്തായാലും ആ ഡിപ്പാർട്ട്മെൻറ്റിന് പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിക്കുക. അതൊരു പരിഹാസരി വേണം പറഞ്ഞു. അല്ല, ഈ ലൈറ്റ് ഇടുന്ന ഒരു സ്വിച്ചാണ്. ആ സ്വിച്ച് അവിടുത്തെ ലൈൻ പിടിച്ചിട്ട് വരെ കത്തു. അപ്പം കത്തിക്കാൻ വേണ്ടി സ്വിച്ച് ഫീസായിട്ട് കൊടുത്തതാണ്. എന്തൊരു അപകടമായിട്ടാണ് കൊടുക്കുന്നത്. ഫീസ് കാരണം കുറച്ച് താന്നുപോയി. കുറച്ച് പൊക്കത്ത് വെച്ചിരുന്നെങ്കിൽ കുഴപ്പമില്ല. അപ്പം താന്നു പോയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട്. ഒരു 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് വേണമെങ്കിൽ തൊടാൻ പറ്റുമോ? അതാണ് കുറച്ച് താന്നു പോയി, അത്രയേ ഉള്ളൂ. ഇപ്പോഴും മാറ്റിയിട്ടുണ്ട്. അതായത് നല്ല കാര്യം. ഇപ്പോൾ വാർത്ത വന്നോനെ മാറ്റിയത് നല്ല കാര്യം. പിറ്റേ ദിവസം തന്നെ മാറിയല്ലേ? ഏതായാലും നമ്മൾ വാർത്ത വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ മാറി. നമ്മുടെ വിസ്മയ ന്യൂസിൻ്റെ ന്യൂസ് ഇമ്പാക്റ്റ് ആണത്. ഏതായാലും അത്രയും പെട്ടെന്നൊരു ആക്ഷൻ എടുത്തതിൽ ഐത്തേട്ടൻ പറയും പോലെ KSEB ഞാനും അഭിനന്ദിക്കുന്നു, നമ്മുടെ ചാനലും അഭിനന്ദിക്കുന്നു. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ ചക്ക വേരിലും കായ്ക്കുമെന്ന് ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. വേണമെങ്കിൽ ഇതൊക്കെ മാറ്റാവുന്ന കാര്യമേ ഉള്ളൂ, സംവിധാനമൊക്കെ മാറ്റാവുന്ന കാര്യമേ ഉള്ളൂ. അശ്രദ്ധയുടെ വിഷയമാണ് പലപ്പോഴും അപകടം ഉണ്ടാകുന്നത്. ഈ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഉത്തരവാദിത്തോടെ പെരുമാറുക, കൊച്ചു കുട്ടികളുടെ ഭാവി, ജനങ്ങളുടെ ജീവൻ, ഇതൊക്കെ വലിയ വിലയുള്ള സംഭവങ്ങളാണ്. ഓരോ വ്യക്തിയും ഓരോ കുടുംബമാണെന്നുള്ള കാര്യം കൂടി ആലോചിക്കുക. വിസ്മയസിനുവേണ്ടി ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീകുമാർ സൈനിങ് ഓഫ്.